ഹലോ, നമ്മളെ ബിസിനസ്സിലേക്ക് പുതുതായിട്ടൊരു മെഷീൻ വാങ്ങിക്കണം കേട്ടോ. ഇത് നമ്മളെ ഈ പരിപാടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു മെഷീനാണ്. എന്താണ് മെഷീൻ എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ആദ്യം അൺബോക്സ് ചെയ്യാം. മൈപ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്, പക്ഷേ മൈപ്രിൻ്റാണ് ഇതിൻ്റെ സെല്ലർ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, പൊക്കാൻ പറ്റൂല. 10-20 കിലോ ഉണ്ട്, നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യുക എന്നുള്ളതൊന്നും അറിയില്ല. നോക്കാം, ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. നല്ല പാക്കിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ. എല്ലാ ഭാഗത്തും ഫ്രഗൈൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല കാർഡ്ബോർഡിലാണ് അയച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണെന്നൊന്നും അറിയില്ല, പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. രണ്ട് ലെയറില കോർണേഴ്സൊക്കെ ഇതാക്കിയിരിക്കണേ. പെട്ടിമ്മ ഇതിൻ്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഐറ്റം എന്നുള്ളത് അതിമ്മ പേരൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്രാഫ്റ്റ് മേഖലയിൽ അല്ലെങ്കിൽ ഈ റെസിനാട്ട് ചെയ്യുന്ന കുട്ടികൾ, അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രിൻറ്റിങ് ഷോപ്പ് നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ ഉപകാരപ്പെട്ടൊരു മെഷീനാണിത്. ഇതാണ് മെഷീന്, സ്കൈ കട്ടിൻ്റെ കട്ടിംഗ് പ്ലോട്ടർ. തുറന്ന് നോക്കാം. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അയ്യോ, അല്ലല്ല, ഇങ്ങനെ തന്നെ കറക്റ്റ്. ഇത് കട്ടിങ് മാറ്റാണ്. അത്യാവശ്യം വലിയൊരു മെഷീനാണ് കേട്ടോ. ഇത് വെക്കാൻ അത്യാവശ്യം നല്ലൊരു സ്പേസ് വേണ്ടി വരും. രണ്ട് സൈഡിലും ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ്സൊക്കെ തന്നിക്കണേ. ഇത് കട്ടിങ് മാറ്റാണ്. ഇതിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിലിപ്പോൾ വെറും അൺബോക്സിങ് മാത്രം. വിനൈൽ ഷീറ്റും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ വിനൈൽ ഷീറ്റ് ഉണ്ട്, വൈറ്റ് കളറ്. പിന്നെ ഇതിൻ്റെ ആക്സസറീസ് ബോക്സ് ആണെന്ന് തോന്നുന്നു. നോക്കാം ഇതിലെന്തൊക്കെയുള്ളത്. ഇത് അതിൻ്റെ 3 ഇതാണ് ബ്ലേഡ്സ്. ഇത് പിന്നെ അതിൻ്റെ കട്ടിങ്ങിൻ്റെ എന്തോ സുനാപ്പിയാണ്. നമ്മളിത് ആദ്യമായിട്ടാണ് വാങ്ങണതുകൊണ്ട്. ഇതെന്താ പേനൻ്റെ പില്ലർ മാതിരിക്കത്തെ സാധനം. ഇതൊക്കെ എന്തൊക്കെയാണ്? ഇത് കറക്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചറിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതതിൻ്റെ വയറ്, ഇതതിൻ്റെ ഇതെത്താ USB പ്ലോട്ടർക്കുള്ള, കമ്പ്യൂട്ടറും പ്ലോട്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. പിന്നെ വാറണ്ടി കാർഡ്, വാറണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. എത്ര വർഷം ഉണ്ടാവും? ഇത് ചൈനൻ ബ്രാൻഡാണ് ഇത് കേട്ടോ. സ്കൈ കട്ട്. ഇത് ഏതാ സ്ഥലം? ഷെൻസൻ, ചൈനന്നെ കരം. വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ ഇതെന്താ, സൺറൈസ് ടെക്നോളജി സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡിസ്ക്, ഇതിൻ്റെ പ്ലഗിൻസൊക്കെ ഉള്ളൊരു ഡിസ്കും ഉണ്ട് സ്കൈ കട്ടിൻ്റെ. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഐറ്റം പുറത്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ എടുക്കാന്നുള്ളത് നോക്കണം ആദ്യം. എങ്ങനെ ഇതെങ്ങനെ കരപ്പം പരിപാടി? പുറത്തുനിന്ന് ഒരാൾ പിടിക്കേണ്ടി വരും. നിൽക്കട്ടോ, വരുതേ. നിൽക്ക്. ഇതിനെ വെച്ചു. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അതിൻ്റെ ഇൻവോയ്സ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കേട്ടോ. നല്ല സേഫായിട്ടാണ് കേട്ടോ സാധനം വന്നിക്കണത്. എന്തായാലും ഇത് വെക്കണമെങ്കിലുള്ള ഒരു പണി ഉണ്ടാവും എന്തായാലും. നല്ല സൈസ് ഉണ്ട്. അതാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ സൈസ് ഓക്കെ. ഈ ഒരു സൈസ് ഉണ്ട് ഇതിൻ്റെ കവർ പൊട്ടിക്കാം. ഇതിന്മേ ഒരു LCD സ്ക്രീന് വരുന്നുണ്ട്. ഇതിൻ്റെ യൂസേജൊക്കെ മെയിൻലി നമുക്ക് സ്റ്റിക്കർ കട്ട് ചെയ്യാൻ,
500 GSM വരെയുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ വിനൈൽ ഷീറ്റ് കട്ട് ചെയ്യും, മൊബൈലിൻ്റെ സ്കിന്ന് കട്ട് ചെയ്യും, സകലമാന പരിപാടികളും ഇതിന്മേൽ നടക്കും. അത്യാവശ്യം ഇത് സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, കുറച്ച് ലാർജ് സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ എന്തായാലും നല്ല തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റേറ്റും വരുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ് ഡിസൈൻ അല്ലേ, നല്ല ബ്രാൻഡ് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കി നിങ്ങൾ, ഇത് മെറ്റലാണേ, ഇതൊക്കെ മെറ്റലാണ്. 24 ഇഞ്ചാണ് കേട്ടോ അത്. അപ്പോൾ 24 ഇഞ്ച് വരെയുള്ള സാധനം നമുക്കിതിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ പഠിക്കണം. ഇതിൻ്റെ മൂട്ടിലൊക്കെ എന്തൊക്കെ സുനാപ്പികളൊക്കെ ഉണ്ട്. ഇതിഞ്ഞ് അല്ലാ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിലേ ഒരു വീഡിയോ നോക്കേണ്ടി വരും ഇപ്പോൾ തൽക്കാലം. ഇതാണിപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെഷീൻ കേട്ടോ. അത് കട്ടിങ് പ്ലോട്ടറാണ്. നമ്മളെ എന്താണ് അതിൻ്റെ പേര്, ക്രിക്കറ്റ് മെഷീനൊക്കെ അല്ലേ. ക്രിക്കറ്റ് മെഷീൻ്റെ ഒക്കെ ക്രിക്കറ്റിലൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ക്രിക്കറ്റ് ഇത്ര വലിപ്പം 24 ഇഞ്ചിലുള്ള ക്രിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് 12, 13 അല്ല 13, 18 സൈസിലാണ് വരുന്നത്. ഇത് 24 ഇഞ്ചസിനാണ്. അത്യാവശ്യം നമുക്ക് എല്ലാ പരിപാടിയും ഇതിന്മേൽ നടക്കും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ബിസിനസ്സിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, വിനൈൽ കട്ടിങ് ഉണ്ടാവും, പിന്നെ അക്രിലിക് കട്ട് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു ഇതിന്മേൽ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ നല്ല ലെങ്തി ആയി പോകും. ഞാനും ഒന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അപ്പോൾ ശരി, ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് വണക്കം, ബൈ.